കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ആരോപണവുമായി പെൺകുട്ടിയുടെ പിതാവ്. പെൺകുട്ടിയുടെ പക്കലുള്ള രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പിതാവ് പറഞ്ഞു. ഫർമാൻ ഖാൻ തനിക്കും മകൾക്കും സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്തിരുന്നതായും പിതാവ് ആരോപിച്ചു. അതേസമയം കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് കേരള ഹൈക്കോടതി മെയ് 20 വരെ നീട്ടി. വിവാദമായ വിവാഹത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയെക്കുറിച്ചുള്ള വ്യക്തതയാണ് എഫ്ഐആറിലൂടെ ലഭിക്കുന്നത്. കുംഭമേളയ്ക്കിടെ പെൺകുട്ടി വൈറലായതോടെ അഭിനയ അവസരങ്ങൾ തേടി വരുന്നു. അവസരം വാഗ്ദാനം ചെയ്ത ഫർമാൻ ഖാൻ പെൺകുട്ടിക്ക് ഓൺലൈനായി അഭിനയത്തിനുള്ള പരിശീലനം നൽകിയെന്നും പിന്നാലെ നായിക വേഷം വാഗ്ദാനം ചെയ്തെന്നും പിതാവിന്റെ പരാതിയിലുണ്ട്. തനിക്കൊരു കേണലിന്റെ വേഷവും വാഗ്ദാനം ചെയ്തു. ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് എത്തിച്ചത് ഫർമാനാണ്. പക്ഷേ തൽക്കാലം പെൺകുട്ടിക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ മടക്കി അയച്ചു. പിന്നീട് വിവാഹത്തെക്കുറിച്ച് ഓൺലൈനിൽ നിന്നാണ് അറിഞ്ഞതെന്നും പിതാവ് പരാതിയിൽ പറയുന്നു. തട്ടിക്കൊണ്ടുപോകലടക്കം വകുപ്പ് ചുമത്തി മാർച്ച് 25-നാണ് എഫ്ഐആർ ഇട്ടത്. പെൺകുട്ടിയുടെ ആധാർ അടക്കമുള്ള രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പിതാവ് പറയുന്നു. उन लोगों ने मैं मेरी बेटी के साथ में था तो मेरी वाइफ को कैसे पटा के फुसला के उन्हें जाली कागज बनवा लिए कि तुम्हारे देश की सरकार है तुम्हारे को बना के दे देगी. പിതാവിന്റെ പക്കലുള്ള ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം മഹേശ്വറിലെ ഹെൽത്ത് സെന്ററിൽ 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടിയുടെ ജനനം. അതായത് വിവാഹം നടക്കുമ്പോൾ 16 വയസ്സും 2 മാസവും പ്രായം. അതേസമയം വിവാഹം നടത്തിക്കൊടുത്തതിൽ തെറ്റില്ലെന്ന നിലപാടിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവതി യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവിടെ ഉള്ള രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.